കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടമാനം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ഈ ചാനലിൽ കാണിക്കുന്നത് ഏതാനും ചില വരികൾ മാത്രമാണ്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വന്നതെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ജനറൽ സെക്രട്ടറി പോലെ നമുക്കെല്ലാവർക്കും ഒന്ന് വിശദമായി പഠിച്ചിട്ട് നമുക്കത് പറയണം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കാരണം ഇപ്പോൾ ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പം ഞാനൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. നമ്മൾ എത്രയോ നാൾ ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം പഠിച്ചിട്ട് അതിന് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. അല്ല, തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ വൈഫ് വാണിയൊക്കെ പറയാറുണ്ട്, പണ്ട് ഇപ്പോൾ പൊള്ളാച്ചിയിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഇവർ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് ഒരു സാരി ഇങ്ങനെ എല്ലാവരും മറച്ചു വെച്ചിട്ടൊക്കെയാണ്. അത് പണ്ടത്തെ കാലം അങ്ങനെയല്ലേ. ഇപ്പോഴെല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പം കൊടുക്കണില്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ മൊബൈൽ കാലഘട്ടം വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ഷൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കാണിക്കാം. അങ്ങനെ ഇൻസെക്യൂരിറ്റി വന്നല്ലോ. പണ്ട് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പഠിക്കട്ടെ, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ്.